السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഉംറയെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിനെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ പ്രധാനപ്പെട്ട ഹജ്ജ്. അതോടൊപ്പം തന്നെ ഉംറയും സാധിക്കുന്നവർക്ക് നിർബന്ധമാണ് എന്നാകുന്നു സത്യം. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ 196 ആയത്തിൽ വാതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, റബ്ബിന്റെ വഴിയിലായി ഹജ്ജും ഉംറയും നിങ്ങൾ യഥാവിധം നിയമാനുസൃതം ചെയ്യണേ, പൂർത്തിയാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി 1717 നമ്പർ അവതരിക്കുന്ന ഹദീസിൽ അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ, സർവ്വ പാപങ്ങളെയും പൊറുക്കുന്ന പുണ്യകർമ്മമാണ് ഉംറ എന്ന് വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി 810 നമ്പറായും നസായി 2631 നമ്പറായും ഉദ്ധരിക്കുന്ന ഹദീസിൽ താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ഇങ്ങനെ തുടർന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കണേ. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്, ഹജ്ജും ഉംറയും പാപങ്ങളെ നിർമാർജനം ചെയ്യും, ദാരിദ്ര്യത്തെയും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാകുന്നു ഉംറ. ഒരുപാട് നേട്ടങ്ങളും ഫായിദകളും നന്മകളുമുള്ള പുണ്യ അമലാകുന്നു. പക്ഷേ നാം ഉംറക്ക് ആഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നിയ്യത്ത് നാം നന്നാക്കണം. നാം പരിശുദ്ധമായ ഉംറക്ക് പോകുന്നത് പടച്ചത്തമ്പുരാന്റെ വിളിക്കുത്തരം നൽകി പുണ്യകർമ്മം നിർവഹിക്കാൻ അല്ലാഹു തആലാന്റെ ബൈത്തിലേക്ക്, കഅബയിലേക്ക്, ഏറ്റവും മുന്തിയ നാടിലേക്ക് നാം പോവുകയാണ് എന്നാണ് നിയ്യത്ത് വേണ്ടത്. ഒരിക്കലും ഭാര്യമാർ തൻ്റെ ഭർത്താക്കന്മാരെ കാണാനോ അവരോടൊത്ത് ഒരല്പം ജീവിക്കാനോ അതല്ല നമ്മുടെ ലക്ഷ്യമാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ നാട് കാണാനും തൻ്റെ സുഹൃത്തുക്കളെയും പരിസരങ്ങളിലുള്ളവരെയും ഒക്കെ ഒന്ന് കാണാനും സന്ദർശിക്കുവാനും ജോലി അന്വേഷിക്കാനും ഒക്കെ ആകരുത് യഥാർത്ഥ ലക്ഷ്യം. അല്ലാഹു തആലാക്ക് വേണ്ടി വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ലക്ഷ്യം നന്നാക്കി നല്ല നിയ്യത്തോടെ അള്ളാഹുവിൻ്റെ തവക്കുലാക്കി അതിന് വിനിയോഗിക്കുന്ന പണങ്ങൾ മുഴുവനും ഹലാലു മാത്രമാക്കി നല്ല നിയ്യത്തോടെ നാം ഇറങ്ങിയാൽ സ്വർഗം കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമലാകുന്നു, പാപമുക്തമാകുന്ന അമലാകുന്നു ഉംറ എന്ന് നാം തിരിച്ചറിഞ്ഞു കൊണ്ടുപോകണം. ഉംറയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സുന്നത്തുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം വേണ്ടുന്നു. ഒന്ന്, ആണായാലും പെണ്ണായാലും ഇഹ്റാമിൻ്റെ തൊട്ട് മുമ്പായി ശരീരത്തിൻ്റെ നീക്കേണ്ട ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങളെ നീക്കൽ അതിപ്രധാന സുന്നത്താണ്. ഗുഹ്യഭാഗങ്ങളിൽ നിന്നുള്ള രോമങ്ങളെ നീക്കണം, കക്ഷത്തിൽ നിന്നുള്ള രോമങ്ങളെ നീക്കണം. ആണായാലും പെണ്ണായാലും ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് എന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട സുന്നത്താണ് ഇവയൊക്കെ. പൊതുവെ മെൻസസ്സുള്ള സഹോദരിമാർ ശരീരത്തിൽ നിന്ന് നഖങ്ങളോ മുടികളോ രോമങ്ങളോ നീക്കുന്നത് നല്ലതല്ല എന്നാണ് വിധി. പക്ഷെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് എന്ന നിയ്യത്തോടെ ഈ മുടി നീക്കലും നഖം നീക്കലും അശുദ്ധിക്കാരിക്കും അത് സുന്നത്തു തന്നെയാണ്, അവൾക്കും അത് നീക്കാം എന്ന് ഷെർവാനി 4-ാം വാള്യം 56-ാമത്തെ പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആണായാലും പെണ്ണായാലും ശുദ്ധിക്കാരിയാണെങ്കിലും അശുദ്ധിക്കാരിയാണെങ്കിലും ഒക്കെ ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടെ കൈകാൽ വിരലുകളിൽ നിന്ന് നഖമുറിക്കുകയും അതുപോലെ തന്നെ ഗുഹ്യരോമങ്ങളും കക്ഷരോമങ്ങളും വടിച്ചു നീക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാന സുന്നത്താകുന്നു. അതുപോലെ തന്നെ സഹോദരിമാർ ഇരു കൈകളിലും മുൻകൈയിൻ്റെ അകത്തും പുറത്തും വരകളോ പുള്ളികളോ ചിത്രപ്പണികളോ ഒന്നും കൂടാതെ മൈലാഞ്ചി ഇടൽ, അത് ട്യൂബ് മൈലാഞ്ചി ആണെങ്കിലും അവർക്കത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അങ്ങനെ തൊട്ട് മുമ്പായി ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് കുളി. നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുളിക്കലാണ് ഇന്ന് സൗകര്യമുള്ളൂ. വഴിയിൽ വെച്ച് കുളിക്കാനൊന്നും സൗകര്യം കുറവായിരിക്കും. ഉദാഹരണമായി എൻ്റെ നാട് മുണ്ടംപറമ്പ്. ഞാൻ തൊട്ടടുത്ത എയർപോർട്ടായ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് പ്ലെയിൻ കയറുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൻ്റെ മുമ്പുള്ള കുളി കുളിച്ചിരിക്ക് പോകാം. അപ്പോൾ ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ കുളിക്കണം. ആ കുളിയിൽ സോപ്പുകളോ എണ്ണകളോ ഒക്കെ ഉപയോഗിച്ച് ശരിക്കൊരു കുളി കുളിക്കുക. അങ്ങനെ ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടെ ഞാൻ കുളി കുളിച്ചതിൻ്റെ ശേഷം, ഇത് വളരെ പ്രധാനപ്പെട്ട കുളിയാണ്, ഈ കുളി ഒഴിവാക്കൽ കറാഹത്താണ് എന്നുണ്ട് തുഹ്ഫ 4-ാം വാള്യം 56-ാമത്തെ പേജിൽ. ആ കുളി കഴിഞ്ഞു വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ആദ്യം ചെയ്യേണ്ടത് യാത്ര ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് യാത്രയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ 2 റക്അത്ത് നിസ്കരിക്കലാണ്. ഈ നിസ്കാരം പൊതുവെ കറാഹത്തുള്ള 3 ടൈമുകളുണ്ടല്ലോ, ആ ടൈമുകൾ നിസ്കരിക്കരുത്. സുബൈ നിസ്കാരം കഴിഞ്ഞ ശേഷം സൂര്യോദയവും കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുന്നത് വരെയും അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെയും നട്ടുച്ച നേരത്തും ഇത്തരം നിസ്കാരങ്ങളൊന്നും പാടില്ല.
ഖളായി പോയ സുന്നത്തുകളോ ഫർദുകളോ ഖളാ വീട്ടാം, മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാം, കാരണം ആദ്യം വന്ന നിസ്കാരങ്ങൾ നിസ്കരിക്കാം, അല്ലാത്ത കാരണം പിന്നീട് വരുന്നതോ ഒരു കാരണവും ഇല്ലാത്തതോ ആയ നിസ്കാരങ്ങളാണ് ഈ 3 ടൈമിൽ പാടില്ല, നിസ്കാരം സഹിയാകൂല. കറാഹത്തിൻ്റെ ടൈമുകൾ എന്നാണ് ആ ടൈമുകൾക്ക് പറയുക. ഈ ടൈം അല്ലെങ്കിൽ യാത്രയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയിട്ട് 2 റക്അത്ത് സലാം വീട്ടിയാൽ 3 പ്രാവശ്യം ആയത്തുൽ കുർസിയും 3 പ്രാവശ്യം ലീലാഫി ഖുറൈശ് ലീലാഫിയും റിഹലത്ത് ഷിത്തായി വസ്വൈഫി എന്നുള്ള സൂറത്തും ആ ഇരുത്തത്തിൽ ഇരുന്ന് സലാം വീട്ടിയതിൻ്റെ ശേഷം ഇരുന്ന് ഓതി അള്ളാഹുവിനോട് നിഷ്കളങ്കമായൊരു ദുആ നടത്തണം. ആ ദുആ നടത്തിയിട്ട് നാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു യാത്രയ്ക്ക് വേണ്ടിയാണ് നാം പോകുന്നത്. അവിടെ കൂടിയവർക്കൊക്കെ ദാനധർമ്മം നടത്തുകയും അവരോടൊക്കെ യാത്ര പറയുകയും ദുആ ചെയ്യുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്തതിൻ്റെ ശേഷം നാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആ ഒരു ദിക്റോടുകൂടെ ദുആയോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ദിക്റൊക്കെ ചൊല്ലിയിട്ട് നാം യാത്ര പോവുകയാണ്. ജംആക്കേണ്ടി വരും, ഖസറാക്കേണ്ടി വരും. ഒരല്പതിൻ്റെ നിയമങ്ങളൊക്കെ നാം പഠിച്ചിരിക്കണം. ളുഹർ അസർ എന്ന നിസ്കാരങ്ങളെ രണ്ടിനും കൂടി 2-1 ടൈമിൽ നിസ്കരിക്കുന്നതിന് ജമ്മ് എന്ന് പറയും. അതുപോലെ തന്നെ മഗ്രിബും ഇഷാവും കൂടി മഗ്രിബിലേക്ക് മുന്തിച്ചോ 2ഉം കൂടി ഇഷാവിൻ്റെ ടൈമിലേക്ക് പിന്തിച്ചോ നിസ്കരിക്കാം. അതിൻ്റെ സവിസ്തരമുള്ള നിയമങ്ങളൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പറയുന്നു. തുഹ്ഫ 2ാം വാള്യം 398 പേജിലും ഫതൂൽ മൊയ്ൻ 149 പേജിലൊക്കെ സവിശദം ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ ഖസൂറാക്കി നിസ്കരിക്കുക എന്ന 2ആക്കി നിസ്കരിക്കൽ വളരെ നല്ല കാര്യമാണ്. 132 കിലോമീറ്ററെങ്കിലും ദൈർഘ്യമുള്ള ഹലാലായ ഏത് യാത്രകളിലും ഇതൊക്കെ ആവാം. ഏതായാലും യാത്ര പോയി നാം എയർപോർട്ടിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പോ അവിടെ എത്തിയിട്ടോ ഒക്കെ സൗകര്യം പോലെ ഇഹ്റാം ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശുദ്ധമായ ഉംറ ആഗ്രഹിച്ച് വിവിധമായ നാടുകളിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നവർക്ക് റഹ്മാനായ റബ്ബിൻ്റെ മുത്തറസൂൽ അക്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തുകൾ എന്ന പേരിൽ ഒരു 5 സ്ഥലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ജുഹഫ, യലംലം, ദുൽഹുലൈഫ, ദാത്തു ഇർഖ്, ഖർനുൽ മനാസിൽ എന്ന പേരുകളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സഹീഹ് അടക്കമുള്ള കിതാബുകൾ ഇതിന് വന്നത്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് ഉംറ ആഗ്രഹിച്ചുകൊണ്ട് മക്കയിലേക്ക് പോകുന്ന ആളും ഈ സ്ഥലങ്ങൾ വിട്ടുകടക്കുന്നതിൻ്റെ മുമ്പ് ഇഹ്റാം ചെയ്തിരിക്കണം എന്നാകുന്നു ശർഅന്റെ നിയമം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പോകുമ്പോൾ യലംലം എന്നുള്ള സ്ഥലത്ത് എത്തുന്നതിൻ്റെ മുമ്പ് അഥവാ ജിദ്ദയിൽ എത്തുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നാം അവിടെ എത്തും. അതിന് മുമ്പ് എവിടെ വെച്ചോ നമുക്ക് ഇഹ്റാം ചെയ്യാം. എവിടെ വെച്ചും ഇഹ്റാം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ചോ, വാഹനത്തിൽ വെച്ചോ, എയർപോർട്ടിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ആ പ്ലെയിനിൽ അങ്ങോട്ട് പിന്തിക്കാതിരിക്കലാണ്. വല്ല കാരണവശാലും അശ്രദ്ധ വന്നു ഇഹ്റാം ചെയ്യാതെ നാം ജിദ്ദയിൽ ചെന്ന് ഇറങ്ങിയാൽ അറവ് നിർബന്ധമായും വേണ്ടിവരും. അതൊരു കുറ്റമാകുന്നു. അതുകൊണ്ട് തന്നെ നാം അതിൻ്റെ മുമ്പ് എവിടെന്നെങ്കിലും ഇഹ്റാം ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി ശ്രദ്ധിക്കുക, ബഹ്റൈൻ വൈക്കോ, മസ്കത്ത് വൈക്കോ, ശ്രീലങ്ക വൈക്കോ, ഖത്തർ വൈക്കോ ഒക്കെയാണ് നമ്മുടെ പ്ലെയിൻ പോകുന്നത് എങ്കിൽ അവിടെ വെച്ച് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ മതി. ഇവിടെ കരിപ്പിൽ നിന്ന് തന്നെ ചെയ്യണമെന്നില്ല. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. വേറെ ഏതോ രാഷ്ട്രങ്ങളിൽ പോയതിൻ്റെ ശേഷമാണ് പിന്നീട് ജിദ്ദയിലേക്ക് പറക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് ഇഹ്റാം കിട്ടിയാൽ മതി. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പം ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യുന്ന വേളയിൽ ഒരാൾക്ക് അശുദ്ധിയുണ്ട് എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. അവ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തോ ഇഹ്റാം ചെയ്യുമ്പോഴോ ഒരു പെണ്ണിന് അശുദ്ധിയുണ്ട്, യാതൊരു കുഴപ്പമില്ല. അശുദ്ധിയോടുകൂടെ അഥവാ ഹൈദ് നിഫാസോടുകൂടെയൊക്കെ ഇഹ്റാം ചെയ്യാം. പക്ഷെ തവാഫ്, ഖുർആൻ പാരായണം, പള്ളിപ്രവേശനം, നിസ്കാരാദി കർമ്മങ്ങൾ പാടില്ലെന്നേ ഉള്ളൂ. ഇഹ്റാം ചെയ്യുന്നതിനോ നിയ്യത്ത് വെക്കുന്നതിനോ തൽബിയത്ത് ചെല്ലുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്നർത്ഥം. അപ്പം ഇഹ്റാം ചെയ്യാൻ ശുദ്ധി നിർബന്ധം ഇല്ല. അവൾക്ക് ദിക്റുകൾ ചെല്ലാനും തൽബിയത്ത് ചെല്ലാനും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാനും ഒക്കെ അശുദ്ധി വേളയിലും അനുവാദമുണ്ട്. ഞാൻ പറഞ്ഞ നിസ്കാരവും ഖുർആനോത്തും തവാഫും പള്ളിപ്രവേശനവും മാത്രമേ പാടില്ലാത്തതുള്ളൂ. ഏതായാലും എല്ലാവരും ഇഹ്റാം ചെയ്യുകയാണ്. ഉദാഹരണം, കലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ്. എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്? നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല എന്നാകുന്നു ഇഹ്റാം. മറ്റൊരാൾക്ക് വേണ്ടി പകരവും ഉംറ ചെയ്യാലോ. മറ്റൊരാൾക്ക് വേണ്ടി പകരം ഉംറ ചെയ്യണമെങ്കിൽ ഇയാൾ ആദ്യം ഒരു ഉംറ സ്വന്തമായി ചെയ്തിരിക്കണം. ഉംറ നിർബന്ധമില്ലാത്ത ദരിദ്രനാണെങ്കിലും സ്വന്തം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് പകരം ചെയ്യാൻ അനുവാദമില്ല എന്നതാകുന്നു.
അപ്പോൾ സ്വന്തമായി മുമ്പ് ഒരിക്കലെങ്കിലും ഉംറ ചെയ്ത ആൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാം. ആണിന് പെണ്ണിന് വേണ്ടിയോ, പെണ്ണിന് ആണിന് വേണ്ടിയോ, കുടുംബത്തിന് വേണ്ടിയോ അല്ലാത്തവർക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യാം. പക്ഷെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിരിപ്പുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശദ വിവരങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും അങ്ങനെ നബൈത്തുൽ ഉംറത വഹറം തുബിയാലില്ലാഹി തആല, പടച്ച റബ്ബിന് വേണ്ടി ഉംറക്ക് ഞാൻ ഇഹ്റാം നിർവഹിക്കുകയും നിയ്യത്ത് നിർവഹിക്കുകയും ചെയ്തു എന്ന് നിയ്യത്ത് വെച്ചതിൻ്റെ ശേഷം തൽബിയത്ത് ഇങ്ങനെ അധികരിപ്പിക്കണം. അപ്പോൾ ഇഹ്റാം ചെയ്തു. എവിടുന്നാണ് ഇഹ്റാം ചെയ്തത്? എയർപോർട്ടിൽ വെച്ച് സൗകര്യപ്രദമാകുന്ന സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. മുഹറമാത്തുൽ ഇഹ്റാം എന്ന് പറയും. അത് ആണും പെണ്ണും ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്റാം ചെയ്താൽ പെണ്ണു മാത്രം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സത്രു ഷെയ്ഇമിൽ വജി. ഇഹ്റാം ചെയ്താൽ പിന്നെ പെണ്ണ് മുഖം മറക്കാനേ പാടില്ല. ഒരു ഉംറക്ക് ഇഹ്റാം ചെയ്തു, ഉംറയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ആ ഉംറ കർമ്മം പൂർത്തിയാകണമെങ്കിൽ തവാഫും സഅയും മുടിയെടുക്കലും കഴിയണം. അതുവരെ ആണ് ഈ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ. ഉംറ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഇഹ്റാം ചെയ്യുന്നത് വരെ നമ്മുടെ നാട്ടിലെ പോലെ ഈ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ് എന്നർത്ഥം. അപ്പം ഇഹ്റാം ചെയ്യലോടെ ഒരു പെണ്ണിന് മുഖം മറക്കൽ ഹറാമാണ്. അവൾ മുഖം മറക്കാൻ പാടില്ല, ഹിജാബ് താഴ്ത്തിയിടാൻ പാടില്ല. അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, വലാ തൽബസുൽ ഖുഫാസൈൻ, കൈ ഉറകൾ ധരിക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്ത സ്ത്രീ 2 കൈകളിലോ ഒരു കൈയിലോ ഒരിക്കലും കൈ ഉറ ധരിക്കാൻ പാടില്ല. കയ്യുറ ധരിക്കലാണ് നിഷിദ്ധം. അവൾ കീശയിൽ കൈയിടുന്നതോ ഒരു കർച്ചീഫ് കൊണ്ട് കൈ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നതോ വല്ല കവറിലോ മറ്റു പ്ലാസ്റ്റിക് ടിന്നിലോ മറ്റോ കൈയിടുന്നതോ ഒന്നും നിഷിദ്ധമേ അല്ല. ഇതുപോലെ തന്നെ പുരുഷൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യമാണ് ഉള്ളത്. പെണ്ണിനില്ലാത്ത 2 കാര്യം പുരുഷന് ഇഹ്റാമോടുകൂടെ നിഷിദ്ധമാണ്. ഒന്ന് സത്രു ഷൈഇൻ മിനർ റഅസി, തല മറക്കാൻ പാടില്ല. തൊപ്പി കൊണ്ടോ കർച്ചീഫ് കൊണ്ടോ മുണ്ട് കൊണ്ടോ തോർത്തു കൊണ്ടോ മറ്റോ ഒന്നും തലമറക്കുക എന്നുള്ളത് ഇഹ്റാമിൽ പുരുഷന് പറ്റില്ല. എന്ന് മാത്രമല്ല, ഇഹ്റാമിലായി മരണപ്പെട്ട പുരുഷനാണെങ്കിൽ അവൻ്റെ തല മറക്കാതെ തന്നെ അങ്ങനെ തന്നെ കഫൻ ചെയ്ത് കബറടക്കണം എന്നാണ് നിയമം. അതുപോലെ തന്നെയാണ് ഒരു സഹോദരി ഇഹ്റാമിൽ മരണപ്പെട്ടാൽ മുഖം മറക്കാതെ അങ്ങനെ തന്നെ കഫൻ ചെയ്ത് ഇഹ്റാം ചെയ്യണമെന്നാണ് സ്ഥിതി. അപ്പോൾ പുരുഷൻ്റെ ഇഹ്റാമോടുകൂടെ തല മറക്കാൻ പാടില്ല. അത് ഉറങ്ങുമ്പം പുതപ്പ് കൊണ്ട് തല മറക്കലും, ബാത്റൂമിൽ കിടക്കുമ്പോൾ ടോയ്ലറ്റിൽ കിടക്കുമ്പോൾ തലമറക്കലും, നിസ്കരിക്കുമ്പോൾ തലമറക്കലും ഒന്നും പാടില്ല. അറിഞ്ഞുകൊണ്ടവൻ തല മറക്കാനേ പാടില്ല. അതുപോലെ തന്നെ ലുബ്സു മുഹീത്തിൻ ബി ബദനിഹി ഔ ബി ഉളുവി മിൻഹു, ശരീരത്തെ മുഴുവനുമോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തെയോ വലയം ചെയ്യും വിധമുള്ള സാധാ വസ്ത്രം പുരുഷൻ ഇഹ്റാമിൽ ധരിക്കാനേ പാടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇഹ്റാം ചെയ്ത പുരുഷൻ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത പുരുഷൻ സോക്സ് ധരിക്കാൻ പാടില്ല, ഷൂ ധരിക്കാൻ പാടില്ല, ട്രൗസറോ ബനിയനോ ജഡ്ഡിയോ അണ്ടർവെയറുകളോ ഒന്നും പാടില്ല. ടീഷർട്ടോ പാൻറ്റോ സാധാരണ കന്തൂറയോ സാധാരണ ഷർട്ടുകളോ ഒന്നും, സാധാരണ ഒരു വസ്ത്രവും പുരുഷൻ ധരിക്കാനേ പാടില്ല. പിന്നെയോ സാധാരണ ഒരു വെള്ള മുണ്ട് തുണി ഉടുക്കുകയും ഒരു മേൽത്തട്ടം ശരീരത്തിൻ്റെ മേൽഭാഗത്ത് തല മറക്കാതെ തോളിലൂടെ പുതക്കുകയും ചെയ്യുക. ഇതാകുന്നു ഇഹ്റാം ചെയ്താൽ പുരുഷൻ്റെ വേഷം. മോതിരം പുരുഷന് പറ്റും, കണ്ണട പറ്റും, ബെൽറ്റ് ഏത് വിധവും പറ്റും. എത്ര വീതി ഉണ്ടെങ്കിലും എത്ര കട്ടിയുണ്ടെങ്കിലും എത്ര തുന്നുണ്ടെങ്കിലും എത്ര സ്ട്രിച്ച് ഉണ്ടെങ്കിലും ഏത് വിധം ബെൽറ്റും, അത് ലെതർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ശീല കൊണ്ടോ എങ്ങനെ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഏത് വിധം കളറ് ഏത് വിധം ബെൽറ്റുകളും ആണിന് അനുവദനീയമാണ്. വാച്ചും മാലയും മറ്റുമൊക്കെ അനുവദനീയമാണ്. ഉടുത്ത തുണിയുടെ സൈഡുകൾ കെട്ടാമെങ്കിലും മേലെ പുതക്കുന്ന മുണ്ടിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കെട്ടാൻ പാടില്ല എന്നാകുന്നു നിയമം. അവ മുള്ളുകൊണ്ടോ പിന്നുകൊണ്ടോ ഒട്ടിച്ചോ പ്രസ് ചെയ്തോ ഒരു നിലക്കും മേൽമുണ്ടിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ മുട്ടിക്കാനേ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആണിനും പെണ്ണിനും പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവ ആണിനും പാടില്ല, അതുപോലെ തന്നെ പെണ്ണിനും പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഒന്ന്. ഇഹ്റാമോട് നിഷിദ്ധമാകുന്ന കാര്യങ്ങളാണ് ശാരീരിക സ്ത്രീ പുരുഷ ബന്ധം. ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാലങ്ങളോളമായി ഭർത്താവ് ഗൾഫിലാണ്, പ്രവാസിയാണ്. ഭാര്യ ഇഹ്റാം ചെയ്ത് ഇവിടെ നിന്ന് പോകുന്നു. ജിദ്ദയിൽ തന്നെയാണ് ഭർത്താവിൻ്റെ റൂം. ഒത്തിരി നേരമൊക്കെ ഉണ്ട്. ഞാൻ മക്കയിലേക്ക് എത്തിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ പുരുഷൻ്റെ കൂടെ അങ്ങ് റൂമിലോട്ട് പോകും. അല്ലെങ്കിൽ പുരുഷൻ മക്കയിലേക്ക് വരും. ഇഹ്റാം ചെയ്തിരിക്കെ, ആണോ പെണ്ണോ രണ്ടാലൊരാൾ ഇഹ്റാം ചെയ്തിരിക്കെ
ഈ സ്ത്രീ പുരുഷ ഭാര്യ ഭർത്തൃ ബന്ധം മഹാ തെറ്റാകുന്നു, നിഷിദ്ധമാണ്. ഇഹ്റാമിൽ ഇങ്ങനെ ചെയ്താൽ ആ ഉംറ ഫസാദാവുകയും വലിയ പ്രായശ്ചിത്തം നൽകാൻ കാരണമായേക്കുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവൻ ഭാര്യ ഭർത്തൃ ശാരീരിക സംയോഗ ബന്ധം ഹറാമാണ്. അതുപോലെ തന്നെ ശഹ്വത്തോടുകൂടെ വികാരത്തോടുകൂടെയുള്ള നോട്ടമായാലും തൊടലായാലും മറ്റു ചേഷ്ടകളെല്ലാം ഹറാമാണെന്ന് തുഹ്ഫ 4-ാം വാള്യം 174-ാം പേജിലുണ്ട്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ പോലും ഇഹ്റാമിൽ വികാരത്തോടെ ശഹ്വത്തോടെ ആ ഒരു നോട്ടം പോലും, തൊടലോ പിടിക്കലോ നോട്ടമോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഇസ്തിംനാവ് സ്വയം ആണോ പെണ്ണോ ഇഹ്റാമിൽ ചെയ്യാനേ പാടില്ല. അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യമാണ് ആണായാലും പെണ്ണായാലും തലമുടികളിലോ മുഖരോമങ്ങളിലോ എണ്ണ തീരെ തേക്കാൻ പാടില്ല. എണ്ണയോ വെണ്ണയോ കൊയമ്പോ തൈലമോ എണ്ണ വകുപ്പിൽപ്പെട്ട ഒന്നും തലമുടികളിലോ മുഖരോമങ്ങളിലോ ആണും പെണ്ണും എണ്ണ ഉപയോഗിക്കാനേ പാടില്ല. നേരെ മറിച്ച് തലമുടിയും മുഖരോമങ്ങളും അല്ലാതെ എണ്ണ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സുഗന്ധമില്ലെങ്കിൽ തേക്കുന്നതിനോ തടവുന്നതിനോ യാതൊരു കുഴപ്പമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന മറ്റൊരു കാര്യമാണ് അത്തത്വയ്യുബു, സുഗന്ധം പൂശൽ. ശരീരത്തിൽ പാടില്ല, ധരിക്കുന്ന വസ്ത്രത്തിൽ പാടില്ല, കിടക്കുന്ന ഇരിക്കുന്ന വിരിപ്പിൽ പാടില്ല. ശരീരത്തിലോ വസ്ത്രത്തിലോ വിരിപ്പിലോ ഒരു തരം സുഗന്ധവും പാടില്ല. സുഗന്ധമുള്ള പേസ്റ്റോ സുഗന്ധമുള്ള സോപ്പോ ഒന്നും പാടില്ല. വിമാനത്തിൽ നിന്ന് ഭക്ഷണത്തോടൊപ്പം നമുക്ക് കിട്ടുന്ന ഫ്രഷർ ടിഷ്യൂ പേപ്പർ ഉണ്ട്, അത് നാം ഉപയോഗിക്കരുത്. അതങ്ങനെ എടുത്തുകൊണ്ട് ബാഗിലോട്ട് വെക്കാം. അതുപോലെ തന്നെ എയർ ഫ്രഷ് സ്പ്രേ നമുക്ക് കിട്ടും, അതൊന്നും നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആകാതെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു നിലക്കുള്ള സുഗന്ധങ്ങളും അത് സോപ്പ് ലോഷനായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാനുള്ള സോപ്പായാലും സുഗന്ധമുണ്ടോ ഇഹ്റാമിൽ ആണും പെണ്ണും തീരെ ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന മറ്റൊരു കാര്യമാണ് ആണും പെണ്ണും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും ഒരു രോമവും പോലും നീക്കാൻ പാടില്ല. കണ്ണിൻ്റെ രോമമോ മറ്റോ പൊട്ടി നിന്നിട്ട് കണ്ണിന് വിഷമോ അല്ലാതെ പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അതുമാത്രം പറിച്ച് നീക്കാം. അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന മറ്റൊരു കാര്യമാണ് കൈക്കാൽ വിരലുകളിലെ ഒരു വിരലിൻ്റെ നഖം പോലും പൊട്ടിച്ചെടുക്കാനോ നീക്കാനോ പാടില്ല. അതും നേരത്തെ പറഞ്ഞതുപോലെ ചീന്തി നിൽക്കുന്ന നഖം കൊണ്ട് മുറിവാകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാത്രം നീക്കിക്കളയുന്നതിന് തെറ്റില്ല എന്നുണ്ട്. ചുരുക്കത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ഒരു രോമവും, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 196-ാമത്തെ ആയത്തിൽ വലാ തഹ്ലിഖു റൂസക്കും എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമാണോ പറഞ്ഞത്? ഇഹ്റാം ചെയ്ത ആണോ പെണ്ണോ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും ഒരു രോമം പോലും വെട്ടിയോ വടിച്ചോ പറിച്ചോ കടിച്ചോ ഒരു നിലക്കും നീക്കാനേ പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. കരുതി കൂട്ടിയാൽ ഇതിനൊക്കെ ഫിദിയ കൊടുക്കേണ്ടി വരും. ഉദാഹരണമായി, ഒരു നഖമോ ഒരു മുടിയോ ഇഹ്റാമിൽ ഒരാണോ പെണ്ണോ നീക്കിയാൽ ഒന്നുകിൽ ഒരു മുദ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നോൽമ്പ് നോൽക്കണം. 2 മുടിയാണോ അല്ലെങ്കിൽ 2 നഖമാണോ നീക്കിയത് എങ്കിൽ 2 മുദ്, അഥവാ ഒരു മുദ് എന്നാൽ 800 മില്ലി ലിറ്റർ ധാന്യമാണ്. അപ്പോൾ ഒരു മുടിയോ ഒരു നഖമോ നീക്കിയാൽ ഒരു മുദ് അഥവാ 800 മില്ലി ലിറ്റർ ധാന്യം നൽകണം, അല്ലെങ്കിൽ ഒരു നോമ്പ് നോൽക്കണം. 2 രോമമോ 2 നഖമാണോ എങ്കിൽ 2 മുദ് അഥവാ 1 ലിറ്ററും 600 മില്ലി ലിറ്ററും ധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ 2 നോൽമ്പ് നോൽക്കണം. നേരെ മറിച്ച് 3 അതിൽ അധികമോ രോമങ്ങളോ നഖങ്ങളോ ആണ് ഒരേ അവസരം നീക്കിയത് എങ്കിൽ ഒന്നുകിൽ ഒരു ആട് അറുത്തു ദാനം ചെയ്യണം, അല്ലെങ്കിൽ 3 സ്വാഴ് അഥവാ 9 കിലോഗ്രാമിൻ്റെ അടുത്ത് വരും 6 മിസ്കിന്മാർക്ക് ദാനം ചെയ്യണം. അതുമല്ലെങ്കിൽ 3 നോൽമ്പ് നിൽക്കണം. ഇവയിൽ മുദ്ദുകൊടുക്കലും അറവ് നടത്തലും ഒക്കെ ഹറം പരിധിയിൽ നിന്നു തന്നെയാകണം. നോൽമ്പാണോ ഫിദിയായി തിരഞ്ഞെടുക്കുന്നത് അത് നാട്ടിൽ വെച്ച് നടത്തിയാലും മതി എന്നാകുന്നു നിയമം. വിശദമായി ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വേട്ടയാടൽ ഇഹ്റാം ചെയ്തവർക്ക് നിഷിദ്ധമാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 95, 96 ആയത്തുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. വേട്ടയാടാൻ പാടില്ല. പ്രാവിനെ വേട്ടയാടരുത്, മാനിനെ വേട്ടയാടരുത്, മുയൽ വേട്ടയാടരുത്. ഇതൊക്കെ കരയിലെ മഅ്കൂലായ വഹ്ഷിയായ ജീവികളാണ്. മഅ്കൂലല്ലാത്തതിന് വേട്ടയാടാൻ ഒരു തകരാറുമില്ല. ഭക്ഷ്യയോഗ്യമായ കാട്ടുജീവികളെയാണ് വേട്ടയാടരുത് ഇഹ്റാമിൽ എന്ന് പറഞ്ഞത്. തത്ത ഭക്ഷ്യയോഗ്യമല്ല, മയില് ഭക്ഷ്യയോഗ്യമല്ല. അവയെ വേട്ടയാടുന്നത് തെറ്റില്ല.
അതുപോലെ തന്നെ വേട്ടയാടാൻ പറ്റാത്ത വല്ല വസ്തുവും വീട്ടിലുള്ളവൻ ഇഹ്റാമിൻ്റെ സമയത്ത് അവൻ അതിൻ്റെ ഉടമാവകാശം നീക്കിയതിൻ്റെ ശേഷമേ ഇഹ്റാം ചെയ്യാവൂ. ഇവിടെയും ഞാൻ പറയുന്നു, തത്തയോ മയിലോ പൂച്ചയോ ഇതൊക്കെയാണെങ്കിൽ യാതൊരു തകരാറുമില്ല. കാരണം ഇതൊക്കെ മഅ്കൂലായ ഭക്ഷ്യയോഗ്യമായ കരജീവികളിൽ നിന്നുള്ള വസ്തുക്കളെ മാത്രമേ അള്ളാൻ്റെ ഇസ്ലാം നിഷിദ്ധമാക്കുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ മറ്റൊരു കാര്യമാണ് നിക്കാഹ്. പ്രതിശ്രുത വരനോ വധുവോ വധുവിൻ്റെ വലിയോ ആരെങ്കിലും ഇഹ്റാമിലാണെങ്കിൽ വക്കാലത്ത് പ്രകാരം പോലും ആ നിക്കാഹ് നടത്താൻ പാടില്ല. നടത്തിയാൽ നിക്കാഹ് സ്വഹിയാകുന്നതുമല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ലാ യങ്കിയുൽ മുഹരിമു വലാ യുങ്കിഹു, അവനേറ്റ് വിവാഹിതനാവുകയും അരുത്, വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുകയുമരുത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹദീസിലുണ്ട്. ചുരുക്കത്തിൽ ഇഹ്റാം ചെയ്യലോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്താൽ അവൻ തെൽബിയത്ത് വളരെയേറെ നൽകിക്കൊണ്ടേ ഇരിക്കണം, തെൽബിയത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇഹ്റാമോടുകൂടെ 10 കാര്യങ്ങൾ നിഷിദ്ധമാണെന്ന് പറഞ്ഞു. ഈ 10 കാര്യങ്ങളിൽ വല്ല കാര്യങ്ങളും ഒരാൾ ഇഹ്റാമിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യൽ മഹാ തെറ്റാകുന്നു, കുറ്റമാകുന്നു, നിഷിദ്ധമാകുന്നു. തൻ്റെ പരിശുദ്ധമായ ഉംറ മഖ്ബൂലും മബ്റൂറും ആകാതിരിക്കുന്നത് കാരണവുമാണ്. വൽ മബ്റൂറു വൽ മഖ്ബൂലു മാലാ യുഖാലിത്തു ഇസ്മുൻ വലൗ സഗീറത്തൻ വഇൻ താബ ഹാല മിൻ ഹാലി ഇഹ്റാമിഹി ഇലാ തഹല്ലുലിഹി. ഇഹ്റാം ചെയ്തത് മുതൽ പൂർണ്ണ വിരാമം വരെ നിഷിദ്ധമായി ഒന്നും ചെയ്യാതെ ശ്രദ്ധയോടെ അവൻ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ കർമ്മം പൂർത്തിയാക്കുമ്പോഴാണ് ആ പരിശുദ്ധമായ ഉംറ മഖ്ബൂലും മബ്റൂറും ആകുന്നത് എന്നു സാരം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വളരെ യാത്രയിൽ കണ്ണും കാതും എല്ലാം വളരെ ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുകയും സൽസ്വഭാവവും ക്ഷമയുമൊക്കെ കൈക്കൊണ്ട് തന്നെ അവൻ മുന്നേറുകയും ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ മേൽപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ ജിമാഅ്, മുബാശറത്ത്, എണ്ണ തേക്കൽ, സുഗന്ധം, വേട്ടയാടൽ, ഇതൊക്കെ ചെയ്താൽ, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിനെല്ലാം ഫിദ്യ കൊടുക്കേണ്ടി വരും, പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അതിവിടെ വിശദീകരിക്കുന്നില്ല. മറന്ന് ചെയ്യുകയാണെങ്കിൽ ഇവകൾക്കൊന്നും ഫിദ്യ വേണ്ടതില്ല. നേരെ മറിച്ച് രോമം നീക്കലോ നഖം നീക്കലോ കരുതിക്കൂട്ടി ചെയ്താലും മറന്നു ചെയ്താലും ഫിദ്യ നിർബന്ധമാണ് ആകുന്നു. ബുദ്ധിമുട്ടിക്കുന്ന മുടിയുടെ ഭാഗമോ പ്രയാസപ്പെടുത്തുന്ന നഖത്തിൻ്റെ ഭാഗമോ മാത്രം നീക്കിയാൽ അതിന് ഫിദ്യ വേണ്ടതില്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഈ 10 കാര്യങ്ങളിൽ ചിലത് സുഖാസ്വദനമാണ്, തമത്വ, അത് കരുതിക്കൂട്ടി ചെയ്താൽ മാത്രമേ ഫിദ്യയുള്ളൂ. മുടി നീക്കലും നഖം നീക്കലും ഇസാലത്ത്, അത് മറന്നു ചെയ്താലും അവൻ ഫിദ്യ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, മുടി നീക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഈ മുടി നീക്കരുത് എന്ന് പറയുമ്പോൾ അവൻ മുടി ചീകിയാൽ മുടി നീങ്ങുമെന്ന് കണ്ടാൽ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളിക്കുമ്പം തല തോർത്തുന്നു, അല്ലെങ്കിൽ നല്ലവണ്ണം തല ഉരയ്ക്കുന്നു, അല്ലെങ്കിൽ മുടി ചീകുന്നു. ഈ അവസരങ്ങളിൽ മുടി പോകും എന്ന് കണ്ടാൽ അത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതാണ്. പ്രവൃത്തി കൊണ്ട് മുടി നീങ്ങിയോ ഫിദ്യ കൊടുക്കേണ്ടതാണ്. പ്രവൃത്തി കൊണ്ടല്ലാതെ, ഉദാഹരണമായിട്ട് കിടന്നുറങ്ങിയ വിരിപ്പിൽ നേരം വെളുക്കുമ്പോൾ 2 or 3 രോമങ്ങൾ കാണാനുണ്ട്, തൻ്റെ രോമം തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിലും അതിന് ഫിദ്യ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ നേരെ ഇഹ്റാം ചെയ്ത് തൽബിയത്തൊക്കെ ചൊല്ലി പരിശുദ്ധമായ മക്കയിലെത്തുന്നു, ജിദ്ദയിലെത്തുന്നു. ജിദ്ദയിലെത്തി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നിസ്കാരം ജമ്മാക്കേണ്ടി വന്നാൽ, ഖസറാക്കേണ്ടി വന്നാൽ അതൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് നാം മക്കയിലേക്ക് ബസ് കയറി. 90ഓളം കിലോമീറ്ററാണ് മക്കയിലുള്ളത്. 70ഓളം കിലോമീറ്റർ ചെയ്താൽ ഹറമിൻ്റെ ബൗണ്ടറിയിലുള്ള കമാനം കാണാം. ആ കമാനത്തിലെത്തുമ്പം, ഹറമിൻ്റെ അതിർത്തിയിലെത്തുമ്പം അല്ലാഹുമ്മ ഹാദാ ഹറമുക എന്ന് പറഞ്ഞ ആ ദുആ ഏടിലുണ്ടാകും. അതൊക്കെ മനാസിക്കിൽ നോക്കിയിട്ട് നമ്മൾ ചെല്ലണം. അത് മലയാളത്തിൽ ദുആ ചെയ്താലും മതി. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഹറമിൻ്റെ മണ്ണിലാണ് ഞാൻ എത്തുന്നത്. എല്ലാ അമലുകൾക്കും 1,00,000 പ്രതിഫലം നൽകപ്പെടുന്ന ഏറ്റവും പവിത്രമായ ഭൂമിയാണിത്. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു, ഈ ഹറമിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ശരീരത്തെയും എൻ്റെ രോമങ്ങളെയും നരകത്തെ തൊട്ട് ഹറാമാക്കണേ എന്നിത്യാദി പ്രാർത്ഥനകൾ നാം നിർവഹിക്കണം. ആ അറബി നോക്കി തന്നെ ചെല്ലണം. അത് കിട്ടൂലെങ്കിൽ അതിൻ്റെ മലയാള സാരം പറയണം. ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ മക്കയിലോട്ട് പോകുന്നു. മക്കയിലെത്തുമ്പോൾ മക്കയിലെ ബിൽഡിങ്ങുകളും സ്ഥലങ്ങളും കണ്ടാൽ പ്രത്യേകമായ ദുആ, അതും സുന്നത്തുണ്ട്. നേരെ റൂമിലേക്കെത്തി പ്രാഥമിക ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇനി നാം തവാഫിന് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഉംറക്ക് 5 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ഇഹ്റാം ചെയ്യാം, അത് നാം നാട്ടിൽ നിന്ന് ചെയ്തു. ഇനി നമുക്ക് തവാഫ് ചെയ്യണം, സായി ചെയ്യണം, മുടിയെടുക്കണം. അതിൻ്റെ ശേഷം ഇവ തെർത്തീബ്, വഴിക്ക് വഴിയാണെന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ള 5ാമത്തെ ഘടകം. ചെയ്യേണ്ടത് 4 കാര്യമാണ്. ഒരു ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യം ചെയ്യലാണ്. ഒന്ന് ഇഹ്റാം ചെയ്യുക, അതായത് നിയ്യത്ത്, അത് നാട്ടിൽ നിന്ന് ചെയ്തു.
ഇനി തവാഫ് ചെയ്യണം. ആ തവാഫിന് വേണ്ടിയാണ് നാം പോകുന്നത്. തവാഫ് കഅബയെ ചുറ്റുകയാണ് തവാഫ്. 7 പ്രാവശ്യം നിബന്ധനകളോടെ കഅബയെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. കഅബ മസ്ജിദുൽ ഹറാമിലാണ്. അതുകൊണ്ട് നാം മസ്ജിദുൽ ഹറാമിലേക്കാണ് പോകുന്നത്. തവാഫിന് ചില നിബന്ധനകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിബന്ധനകളാണ് അവയെല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നാം ചെയ്യേണ്ടത് പൂർണ്ണമായ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അത് ഹോട്ടലിലെ റൂമിൽ നിന്നു തന്നെ നാം ശുദ്ധി വരുത്തണം. അപ്പോൾ ഒളുവെടുക്കുമ്പോൾ പൂർണ്ണമായ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നാം ഒളുവെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. സൂറത്തുൽ നിസാഇന്റെ 43-ാമത്തെ ആയത്തിലും സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ ആയത്തിലും ഔ ലാമസ്തുമുൻ നിസാ, അന്യ സ്ത്രീ പുരുഷ സ്പർശനം കൊണ്ട് ഒളുമുറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വരുമ്പോൾ തവാഫിൽ തിക്കിത്തിരക്കി തവാഫ് ചെയ്യുന്ന ആണും പെണ്ണും തമ്മിൽ തൊരി ചേരും എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തലയൊക്കെ തടവിയും എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് അങ്ങനെ സ്ത്രീ പുരുഷ സ്പർശനം കൊണ്ട് ഒന്നു മുറിയൂല്ല എന്നുള്ള ആ കൗല് ഏതെങ്കിലും അനുകരിച്ചുകൊണ്ട് പൂർണ്ണ സുന്നത്തുകളോടുകൂടെ നാം ഒന്നുവെടുത്താണ് പോകുന്നത്. അതുപോലെ തന്നെ ഔറത്ത് മറക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരിമാർ 2 മുൻകൈയിൻ്റെ ഭാഗം അത് ഹാൻഡ് സോക്സ് ഇട്ടുകൊണ്ടോ മറ്റോ മുൻകൈ അല്ലാത്ത ഒന്നും പുറത്തു കാണില്ല എന്നുറപ്പ് വരുത്തണം. തലമുടിയിൽ നിന്ന് ഒന്നും പുറത്ത് കാണുന്നില്ല എന്നുറപ്പ് വരുത്തണം. 2 താടിയെല്ല് മുട്ടുന്നതിൻ്റെ താടഭാഗം പുറത്ത് കാണുന്നില്ല എന്നുറപ്പ് വരുത്തണം. 2 കാൽപാദങ്ങളും നല്ല കട്ടിയുള്ള സോക്സോ മറ്റോ ഇട്ടുകൊണ്ട് ഒരിക്കലും പുറത്ത് കാണില്ല എന്നുറപ്പ് വരുത്തണം. പുരുഷന്മാർ പൊക്കിളിൻ്റെ ഭാഗമോ അതിൻ്റെ നേരെയുള്ള ബാക്ക് ഭാഗത്തിലുള്ള ചാലോ മുട്ടിൻ്റെ ഭാഗങ്ങളോ തുടയുടെ ഭാഗങ്ങളോ പുറത്ത് കാണില്ല എന്നുറപ്പ് വരുത്തണം. അങ്ങനെ ആണും പെണ്ണും പൂർണ്ണമായ ഒളുവൊക്കെ എടുത്ത് പൂർണ്ണമായ ശുദ്ധി വരുത്തി പൂർണ്ണമായ നിസ്കാരത്തിൽ നിർബന്ധമാണെന്ന പോലെ ഔറത്തുകളെല്ലാം മറച്ച് പൂർണ്ണ ശുദ്ധിയോടുകൂടെ നേരെ നാം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ്. ലോകത്ത് 1-ാം സ്ഥാനമുള്ള പള്ളിയാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാം. ഏറ്റവും സ്ഥാനമുള്ള പള്ളിയാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിലേക്കാണ് നേരെ നമ്മൾ പോകുന്നത്. അങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ ആദ്യമായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, 2 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ വലതുകാലിനെ മുന്തിച്ചുകൊണ്ട് പ്രവേശിച്ചു. നവൈത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. സ്ത്രീകളാണെങ്കിലും എത്തിക്കാഫ് സുന്നത്താണല്ലോ, അവർക്കും ആ നിയ്യത്ത് വെക്കണം. തുഹഫ 3-ാം വാള്യം 463-ാമത്തെ പേജിലുണ്ട്. ഏറ്റവും മുന്തിയ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. സാധാരണ നമ്മുടെ നാടിലുള്ള പള്ളികളിൽ നിന്നുള്ള നിസ്കാരത്തെക്കാളും 10,000 കോടി പുണ്യമാണ് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരങ്ങൾക്കെന്ന് തുഹഫത്തുൽ മുഹ്താജ് 4-ാം വാള്യം 65-ാമത്തെ പേജിൻ്റെ 4-ാമത്തെ വരിയിലുണ്ട്. അപ്പോൾ പള്ളിയിലോട്ടാണ് കടന്നത്. എപ്പം ആര് പള്ളിയിൽ കടന്നാലും തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ടെങ്കിലും ഇവിടെ തവാഫ് ഉദ്ദേശിച്ചു കൊണ്ടാണ് നാം കടന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തവാഫാണ് ചെയ്യേണ്ടത്, തഹിയ്യത്ത് സുന്നത്തില്ല. തവാഫ് ഉദ്ദേശിക്കാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് തഹിയ്യത്ത് സുന്നത്തുള്ളത്. നേരെ അങ്ങ് നടന്നു കഅബന്റെ ചാരത്തെത്തുന്നു. കഅബ കാണുമ്പോൾ പ്രത്യേകം ദുആക്ക് സുന്നത്തുണ്ട്. അല്ലാഹു മസ്ജിദ് ഹാദൽ ബൈത്ത എന്നുള്ള ദുആ വളരെ പ്രധാനമാണ്. കഅബ കാണുമ്പോഴുള്ള ദുആ. ഇനി നമുക്ക് ആദ്യം തവാഫ് ചെയ്യാനാണ് പോകുന്നത്. തവാഫിന് അനവധി നിബന്ധനകളുണ്ട്. ഇയാനത്തു താലിബീൻ 2-ാം വാള്യം 294-ാമത്തെ പേജിലും തുഹഫയിലും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഉംറയുടെ തവാഫിൽ പ്രത്യേക നിയ്യത്ത് നിർബന്ധം ഇല്ല. 6 വിധം തവാഫുകളുണ്ട്. നാം ഈ ഉംറ യാത്രയിൽ സാധാരണ 3 വിധം തവാഫാണ് ചെയ്യുക. ഒന്ന് ഉംറയുടെ തവാഫ്, അതിന് പ്രത്യേകം നിയ്യത്ത് വെക്കണ്ട. പിന്നെ നാം സാധാരണ സുന്നത്തായ തവാഫുകൾ എപ്പോഴും വന്നങ്ങനെ ചെയ്യും, അതിന് സുന്നത്തായ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കണം. പിന്നെ നാട്ടിലേക്കോ മദീനയിലേക്കോ മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു വദാഇന്റെ തവാഫ് എന്നൊരു തവാഫുണ്ട്, ആ തവാഫിനും നിയ്യത്ത് വെക്കണം. ആരെങ്കിലും നേർച്ചയാക്കി തവാഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേർച്ചയാക്കിയ തവാഫ് നിർവഹിക്കുന്നു എന്നും നിയ്യത്ത് ചെയ്യണം. ഉംറക്ക് നിർബന്ധമായ തവാഫിൽ പ്രത്യേക നിയ്യത്ത് വെക്കേണ്ടതില്ല. ഏതായാലും ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് ചെന്നിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. പൂർണ്ണമായ ശുദ്ധി വേണമെന്ന് പറഞ്ഞു. വലിയ ചെറിയ അശുദ്ധികളെ തൊട്ട് ശുദ്ധി ഉണ്ടാകണം, നജസിനെ തൊട്ട് ശുദ്ധി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മൂത്രിച്ച മക്കളെ ആ മൂത്രം ശുദ്ധിയാക്കാതെ ചെറിയ മക്കളെ ചുമന്ന് കുഞ്ഞുങ്ങളെ ചുമന്ന് തവാഫ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്തിട്ടില്ലാത്ത കൊച്ചു ആൺകുട്ടികളുടെ ഔറത്തിൻ്റെ ലിംഗത്തിൻ്റെ തൊലിയുടെ ഉള്ളിൽ മൂത്രമുണ്ടാകും, നജസുണ്ടാകും. അതുകൊണ്ട്
അവരുടെ ലിംഗാഗ്രത്തിൻ്റെ ഉള്ളിൽ നജസുള്ളത് കൊണ്ട് തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ചെറിയ ആൺകുഞ്ഞുങ്ങളെ ചുമന്ന് ഉമ്മമാർ തവാഫ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ പമ്പൈസിലോ മറ്റോ മൂത്രമുള്ള കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ട് ഒരാൾക്കും തവാഫ് ചെയ്തുകൂടാ. നജസുണ്ടെന്നുറപ്പുള്ള ചെരുപ്പോ വസ്തുക്കളോ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്തുകൂടാ. തവാഫിൽ എല്ലാ നിലയിലും നജസ്സുകളെ തൊട്ടും വലിയ ചെറിയ അശുദ്ധികളെ തൊട്ടും ശുദ്ധി നിർബന്ധമാകയാൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പൂർണ്ണമായ ശുദ്ധി നിർബന്ധമാണ്, പൂർണ്ണമായ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങണം. പരിശുദ്ധമായ കഅബയുടെ കിഴക്ക് തെക്ക് മൂലയിലാകുന്നു ഹജറുൽ അസ്വദ്. ആ ഭാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അടുത്ത നിബന്ധന, തവാഫിൽ തുടക്കം മുതൽ ഒടുക്കം വരെ 7 ചുറ്റിലും കഅബ ഇടതുവശത്താക്കി തന്നെ മുന്നോട്ട് നീങ്ങണം. അടുത്ത നിബന്ധന, തവാഫ് മസ്ജിദുൽ ഹറാമിലൂടെ തന്നെയാകണം. കഅബയുടെ ചുറ്റുമുള്ള മത്താഫിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള പള്ളിൻ്റെ ഉള്ളിലോ പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിൽ കഅബനേക്കാളും ഉയരത്തിൽ തവാഫ് ചെയ്യൽ കറാഹത്താണെങ്കിലും ഏത് നിലകളിലും 3-ാം നിലയിലോ ലാസ്റ്റ് മുകളിലോ ഒക്കെ തവാഫ് ചെയ്യാം, അനുവദനീയമാണ്. പള്ളിയുടെ പുറത്തൂടെ തവാഫ് ചെയ്യൽ പറ്റില്ല. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നവൻ്റെ ശരീരവും വസ്ത്രവും കഅബനെ തൊട്ട് പുറത്താകേണ്ടതുണ്ട്. കഅബനെ ചാരി തവാഫ് പിടിച്ചുകൊണ്ട് ചെയ്യലോ, ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിലൂടെ ചെയ്യലോ, ഷാദർവാൻ്റെ മുകളിലൂടെ കൈവച്ചുകൊണ്ട് തവാഫ് ചെയ്യലോ ഒന്നും അനുവദനീയമല്ല. അതുപോലെ തന്നെ 8ാമത്തെ നിബന്ധനയാണ് 7 വട്ടം തവാഫായിരിക്കണം, ചുരുങ്ങാൻ പാടില്ല. എത്രയായി എണ്ണത്തിൽ സംശയമാണെങ്കിൽ ഉറപ്പുള്ളത് പിടിക്കണം. 5 or 6 ചുറ്റ് എന്ന് സംശയമുണ്ടെങ്കിൽ 5 ആയിട്ടുള്ളൂ എന്ന് വെച്ച് ഒന്നുകൂടി ചുറ്റണം. ഏറിയാൽ ഒരു കുഴപ്പവും ഇല്ല. 7 ചുറ്റാണ് തവാഫിന് വേണ്ടത്. 8 ആയാലും യാതൊരു തകരാറും ഇല്ല. ഇടക്ക് വെച്ച് ഒളു മുറിഞ്ഞോ മറ്റോ തവാഫ് നിർത്തേണ്ടി വന്നാൽ ഒളുവെടുത്ത് ബാക്കി പൂർത്തിയാക്കിയാൽ മതി. 2 ചുറ്റിയതിൻ്റെ ശേഷം നിർത്തിവെച്ചു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്യുന്നത് എങ്കിൽ ബാക്കി 5 ചെയ്താൽ മതി. ജമാഅത്തിന് വേണ്ടിയിട്ട് തവാഫ് മുറിയുന്നതാണ്. എത്രയാണോ എണ്ണമായത് ആ ഉറപ്പ് വെച്ച് നിസ്കാരത്തിൻ്റെ ശേഷം ബാക്കി പൂർത്തിയാക്കണം. മൂത്രിക്കാനോ ഭക്ഷണം കഴിക്കാനോ മറ്റോ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ആവശ്യമില്ലെങ്കിലും ഇടക്ക് വെച്ച് തവാഫ് നിർത്തിപ്പോയിട്ട് ബാക്കി വന്നിട്ട് പിന്നീട് നിർവഹിച്ചാൽ മതി. ആവശ്യമില്ലാതെ നിർത്തിവെക്കൽ കറാഹത്താണ്. തുടരെ ചെയ്യൽ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. ഇതാണ് തവാഫിൻ്റെ അവസ്ഥ. അങ്ങനെ തവാഫ് കഴിഞ്ഞു. തവാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെ ഈ തവാഫുകളെല്ലാം തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം 7 ചുറ്റും കഴിയണം. 7 ചുറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എങ്ങനെയാണ് തുടങ്ങുന്ന അതേ സ്ഥലത്തെത്തുമ്പോഴാണ് കഴിയുന്നത്. പരിശുദ്ധമായ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരു രേഖ നേരെ വലതുഭാഗത്ത് പള്ളിയുടെ ഭിത്തിയിൽ, പള്ളിയുടെ തൂണിൽ പച്ച ട്യൂബ് ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് ഒരു രേഖ സങ്കല്പിക്കുക. എന്നിട്ട് ആ രേഖയോട് വിട്ട് കടക്കുമ്പോഴാണ് ഒരു തൗഫത്ത് എന്നാൽ ഒരു ചുറ്റ്. 7 ചുറ്റാകുന്നു ഒരു തവാഫ്. ഇങ്ങനെ പൂർത്തിയാക്കി 7 പൂർത്തിയാക്കിയാൽ തവാഫായി. ഇതിന് നിബന്ധനകളാണ് പറഞ്ഞത്. ഇനി തവാഫിൽ ചില സുന്നത്തുകളുണ്ട്. മുവാലാത്ത് ഉടനെ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുപോലെ തന്നെ പുരുഷൻ ഉംറയുടെ ഈ പറഞ്ഞ തവാഫിൽ ഇൽത്തിബാഅ്, പൂന്നൂൽ വേഷം ധരിക്കുക എന്നാണ് സാധാരണക്കാർ പറയാറുള്ളത്. ആ അർത്ഥം ശരിയല്ലെങ്കിലും നമ്മളങ്ങനെ മനസ്സിലാകാൻ അങ്ങനെ പറയാം. വലതു കക്ഷത്തിൻ്റെ അടിയിലൂടെ വലതു ചുമര് പുറത്താക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രത്യേക വേഷമാണ് ഇൽത്തിബാഅ്. തവാഫ് തുടങ്ങുമ്പോൾ, ഉംറയുടെ തവാഫ് തുടങ്ങുമ്പോൾ ആ ഇൽത്തിബാഅ് വേഷം ധരിക്കണം. അങ്ങനെ തവാഫ് കഴിഞ്ഞ ഉടനെ ആ വേഷം ഒഴിവാക്കിയിട്ട് 2 ചുമരുകളും മൂടും വിധം വീണ്ടും പുതപ്പെടണം. അതുപോലെ തന്നെ ഉംറയുടെ തവാഫിൽ പുരുഷന്മാർ ആദ്യം 3 ചുറ്റിലും റമല് നടത്തം എന്ന സ്പീഡിൽ കാലടുപ്പിച്ചുകൊണ്ട് പട്ടാളത്തിൻ്റെ മാർച്ച് പോലെയുള്ളൊരു നടത്തമാണത്. അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും വളരെ പ്രധാനമാണ്. തവാഫിലോ സാജിലോ ഒരു ദിക്റോ ദുആ ഒന്നും ചൊല്ലൽ നിർബന്ധമല്ലെങ്കിലും പ്രധാനപ്പെട്ട സുന്നത്താണ്. ആവശ്യമില്ലെങ്കിൽ നടക്കൽ തന്നെയാണ് സുന്നത്ത്. ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിയില്ലെങ്കിൽ കൈ അതിലേക്ക് നീട്ടിയിട്ട് ആ കൈ ചുംബിക്കണം. കൈ തൊട്ട് ചുംബിക്കണം. അത് കഴിയില്ലെങ്കിൽ കൈ നീട്ടി ചുംബിക്കണം. അതുപോലെ തന്നെ റുക്ന് യമാനി, പടിഞ്ഞാറ് തെക്ക് ഭാഗത്തുള്ള മൂലയുടെ പേരാണ് റുക്ന് യമാനി. അവിടെ ചുംബിക്കൽ സുന്നത്തില്ല. പക്ഷേ തൊട്ട് മുത്താനോ ഇഷാറത്താക്കിയിട്ട് മുത്താനോ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ബാക്കി റുക്ന് ഇറാഖി എന്നുള്ള ആ
കിഴക്ക് വടക്ക് മൂലയെയോ റുക്ന് ഷാമി എന്ന വടക്ക് പടിഞ്ഞാറ് മൂലയോ തൊട്ട് മുത്തലോ ആംഗ്യം കാണിക്കലോ ചുംബിക്കലോ ഒന്നും സുന്നത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. 7 പ്രാവശ്യം ചുറ്റിയാൽ തവാഫ് പൂർത്തിയായി എന്ന് പറഞ്ഞല്ലോ. ഇനി അത് കഴിഞ്ഞ് നേരെ പൂനൂൽ വേഷം ഇൽത്തിബാഹ് വേഷം ഒഴിവാക്കിക്കൊണ്ട് നേരെ ഹജറുൽ അസ്വദിൻ്റെ അപ്പുറത്ത് ഇബ്രാഹിം മക്കാമിൻ്റെയും അപ്പുറത്ത് നിന്നാണ് ഏറ്റവും നല്ലത്. തവാഫിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ 2 റക്അത്ത് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അതിൻ്റെ ശേഷം ഇരുന്ന് സംസം കുടിക്കണം. പടിഞ്ഞാറോട്ട് തിരിയലും ഇരുന്ന് കുടിക്കലും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. അതിൻ്റെ ശേഷം ഒരു ദുആയുണ്ട്. നിസ്കാരത്തിൻ്റെ നേരത്തെ ഇൽത്തിബാഹ് വേഷം അഴിക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽത്തിബാഹ് വേഷം എന്ന് പറഞ്ഞാൽ നാം ഇഹ്റാം ചെയ്യുമ്പോൾ വേണ്ട. ഇഹ്റാം ചെയ്യുമ്പോൾ സാധാരണ വേഷത്തിൽ 2 ചുമലും മറച്ചുകൊണ്ടാണ്. തവാഫ് തുടങ്ങുന്ന നേരത്താണ് ആ ഇൽത്തിബാഹ് വേഷം ധരിക്കേണ്ടത്. തവാഫ് കഴിഞ്ഞ ഉടനെ ആ ഇൽത്തിബാഹ് വേഷം ഒഴിവാക്കി. സുന്നത്ത് നിസ്കാരവും സംസം കുടിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സായിന് സ്വഫയിലേക്കാണ് പോകാനുള്ളത്. സായി തുടങ്ങുമ്പം വീണ്ടും ആ പൂനൂൽ വേഷം ധരിക്കൽ സുന്നത്താണ്. ഫത്തുൽ മുയിൻ അടക്കം ബഹുമാനപ്പെട്ട തുഹ്ഫ അടക്കം എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. പൂനൂൽ വേഷം ധരിക്കുക എന്നുള്ളത് ഈ തവാഫിൻ്റെ ഉംറയുടെ തവാഫിലും ഉംറയുടെ സായിലും രണ്ടിലും പ്രധാനപ്പെട്ട സുന്നത്താകുന്നു. സ്വഫയിൽ നിന്നാണ് സായി തുടങ്ങുക. ജബൽ അബി ഖുബൈസ് മലയുടെ മുരട് ഭാഗമാണ് സ്വഫ എന്ന് തുഹ്ഫ 4-ാം വാള്യം 97 കൃത്യം 394 മീറ്റർ അപ്പുറത്താണ് മർവ. അതിലേക്കാണ് നടക്കേണ്ടത്. മർവ എന്ന് പറഞ്ഞത് ജബലു അബി കൈനുക്കാഴ് മലയുടെ ഒരു മുരട് ഭാഗമാണെന്ന് തെർഷീഹ് 177 പേജിലുണ്ട്. അപ്പോൾ സ്വഫയിൽ നിന്ന് കഅബയിലേക്ക് നോക്കി ദുആ ചെയ്തതിൻ്റെ ശേഷം ഇന്ന സ്വഫ വൽ മർവത മിൻ ശആയിരില്ല എന്ന ആയത്ത് ഓതിയതിൻ്റെ ശേഷം സഫയിൽ നിന്ന് മർവയിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ആ സ്ഥലം മുഴുവനും വിട്ടുകിടക്കൽ നിർബന്ധമാണ്. ഒറ്റകളൊക്കെ സ്വഫയിൽ നിന്ന് തുടങ്ങലും ഇരട്ടകളൊക്കെ മർവയിൽ നിന്ന് തുടങ്ങലും നിർബന്ധമാണ്. തവാഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ സായി അനുവദിക്കൂ. അതുപോലെ തന്നെ 7 പ്രാവശ്യം തന്നെ ചുരുക്കാതെ ചെയ്തിരിക്കൽ നിർബന്ധമാണ്. തുഹ്ഫ 4-ാം വാള്യം 98 പേജിലുണ്ട്. ചുരുങ്ങാതെ 7 തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവിടെയും പുരുഷന്മാർക്ക് മാത്രം ആ പച്ച ലൈറ്റിൻ്റെ താഴെ ഒന്ന് ഓടി നടക്കൽ സുന്നത്തുണ്ട്. ഇൽത്തിബാഹ് എന്ന വേഷം ധരിക്കലും പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്ത്. 7 നടത്തത്തിലുമാണ് ഇൽത്തിബാഹ്, 7 നടത്തത്തിലുമാണ് പച്ച ലൈറ്റിൻ്റെ ഇടയിൽ സ്പീഡ് കൂട്ടൽ. ഇത് പക്ഷേ സ്ത്രീകൾക്ക് സുന്നത്തില്ല, പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സഅയ് ചെയ്യുന്ന സ്ഥലം പള്ളിയല്ല. അതുകൊണ്ട് ഹൈലുകാരിക്കും സഅയ് ചെയ്യാം. സഅയിന് ഒളു നിർബന്ധം ഇല്ല, ശുദ്ധി നിർബന്ധമില്ല. ശരീരത്തിൽ നജസുണ്ടെങ്കിലും സഅയ് നടത്താം. സഅയ് നടത്തുന്ന സ്ഥലം പള്ളി അല്ല. തവാഫ് ചെയ്തിരുന്നതിൻ്റെ ശേഷമേ സഅയ് പറ്റൂ. അപ്പം തവാഫ് ചെയ്തിരിക്കുമ്പം പൂർണ്ണമായ ശുദ്ധി ഉണ്ടാകണം. അതിൻ്റെ ശേഷം തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പെണ്ണിന് ഹൈദ് തുടങ്ങി, നിഫാസ് തുടങ്ങി, അല്ലെങ്കിൽ ഒളു പോയി, ഔറത്ത് മറച്ചത് മാറിപ്പോയി, ഏതായാലും ഒരു പ്രശ്നവുമില്ല. സഅയിന് ഇതൊന്നും നിർബന്ധമില്ല. പക്ഷേ ഔറത്ത് മറക്കലും ശുദ്ധി ഉണ്ടാകലും ഒക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയേണ്ടതില്ലല്ലോ സഅയിലും. ഏതായാലും സഅയിൻ്റെ 7-ാമത്തെ പ്രാവശ്യം മർവയിലെത്തുമ്പോഴാണ് പൂർത്തിയാവുക. മർവയിലെത്തിയാൽ ദുആ സുന്നത്തുണ്ട് എന്നേ ഉള്ളൂ. അവിടെ പ്രത്യേക നിസ്കാരങ്ങളോ മറ്റോ വേണ്ട. അവിടെ എത്തിയാൽ ഇനി ഉംറയുടെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധ ഘടകമാണ് മുടി നീക്കൽ. ആണും പെണ്ണും തലയിൽ നിന്ന് ചുരുങ്ങിയത് മുടി 3 നീക്കണം. വെട്ടിയോ കടിച്ചോ പറിച്ചോ എങ്ങനെ നീക്കിയാലും മതി. അത് നീക്കാൻ സമയമായതിൻ്റെ ശേഷം അവനവൻ്റെ സ്വന്തം മുടി നീക്കാം. അവനവൻ്റെ മുടി നീക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾക്ക് നീക്കി കൊടുക്കാം. അതിനൊന്നും യാതൊരു തകരാറുമില്ലെന്ന് തുഹ്ഫ 4-ാം വാള്യം 170 പേജിലുണ്ട്. തൻ്റെ മുടി നീക്കാതെ മറ്റൊരാൾക്ക് നീക്കി കൊടുക്കരുത് എന്ന് ഈലാഹിലുള്ളത് ഇവിടെ മുഅത്തമദ് പ്രബലം അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. തലയിൽ തീരെ മുടിയില്ലാത്തവരോ ആദ്യം ചെയ്ത ഉംറയിൽ മുടി കളഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ഉംറയിൽ മുടി തീരെ മുളക്കാത്തവരോ ആണെങ്കിൽ ഒന്നും നിർബന്ധമില്ല. എന്തെങ്കിലും കത്രിയോ ബ്ലേഡോ സേവിങ് സെറ്റോ തലയിലൂടെ ഒന്ന് ആംഗ്യം കാണിക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. തലയിൽ മുടിയുള്ളവർക്ക് മാത്രമാണ് വെട്ടിയോ പറിച്ചോ കടിച്ചോ എങ്ങനെയെങ്കിലും അത് 3 നീക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. പുരുഷന്മാർക്ക് തലമുടി മുഴുവനും കളയലാണ് സുന്നത്ത്. സ്ത്രീകൾക്ക് എല്ലാം കൂടി പിടിച്ച് വെട്ടിക്കളയലാണ് സുന്നത്ത്. ഏതായാലും അതോടുകൂടെ നമ്മുടെ ഒരു ഉംറ പൂർത്തിയായി. ഉംറയുടെ നിർബന്ധ ഘടകങ്ങൾ: ഇഹ്റാം നാട്ടിൽ നിന്ന് ചെയ്തു,
പിന്നെ എല്ലാ നിബന്ധനകളോടുകൂടെ തവാഫ് അവിടെ വെച്ച് ചെയ്തു. സായി എന്ന സഫാ മർവൻ്റെ ഇടക്കുള്ള സായി, പിന്നെ മുടിയെടുക്കുക. ഈ 4 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. 5ാമത്തെ ഒരു നിർബന്ധ ഘടകവും കൂടി മഹാന്മാർ എണ്ണുന്നുണ്ട്. അത് തെർത്തീബ്, ഇവ വഴിക്ക് വഴിയാവുക എന്നുള്ളതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിശുദ്ധമായ കഅബയുടെ ചാരത്താണ് നാം ഉള്ളത്. കഅബയുടെ 4 മൂല പരിചയപ്പെടുത്തിയല്ലോ. അതിൻ്റെ കിഴക്ക് തെക്കേ മൂലയിലാണ് ഹജറുൽ അസ്വദ്. 1 മീറ്ററും 10 സെൻറ്റിമീറ്ററും ഉയരത്തിലാണ് അത് ഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു പൊളിച്ച തേങ്ങയുടെ അല്ലെങ്കിൽ 2 കൈ കൂട്ടിപ്പിടിച്ച വലുപ്പത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഹജറുൽ അസ്വദിൻ്റെ ആദ്യകാലത്തുള്ളത്. പിന്നെ ഇത് പൊട്ടിപ്പോയി 8 കഷ്ണങ്ങളാക്കി ഒട്ടിച്ച് വെച്ചതാണ് ഇന്ന് കാണുന്നത്. മുത്തിയാൽ ഏതെങ്കിലും ഒന്ന് പെടുമെന്നുള്ളത് സത്യമാണ്. ഏതായാലും ഇമാം തുർമുദി 961 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ 2 കണ്ണും സംസാരിക്കാനുള്ള നാക്കും ഉണ്ടായിട്ട് അതിനെ ബഹുമാനിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും ചുംബിക്കുന്നവർക്കും നാളെ ഖൈർ കൊണ്ട് സാക്ഷി നിൽക്കുമെന്ന് സ്വഹിയായ ഹദീസിൽ തുർമുദിയിൽ കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഇബ്രാഹിം മഖാമിൽ പിടിച്ചു മുത്തലോ തൊടലോ ചുംബിക്കലോ ഒന്നും സുന്നത്തില്ല. അതും ഹജറുൽ അസ്വദിനെ പോലെ സ്വർഗത്തിൽ നിന്നിറക്കിയ കല്ലാണ് എന്ന് ഹദീസിൽ കാണാം. സ്വർഗത്തിൽ നിന്ന് 10 വസ്തുക്കൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഇബ്രാഹിം മഖാമും ഹജറുൽ അസ്വദും മാത്രമാണ് നമുക്കിന്ന് കാണാനുള്ളത്. ബഹുമാനപ്പെട്ട ബുജൈരിമി അലൽ ഇഖ്നാ 2ാം വാള്യം 379 പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മലക്കുകളാണ് ആദ്യം കഅബയെ പണിതത്. ബനാ ബൈത റബ്ബിൽ അർശി അസ്റും ഫഖുദുഹുമു മലായികത്തുല്ലാഹിൽ കിറാമു വ ആദമു. മലക്കുകൾ, ശേഷം ആദം നബി, ശേഷം ശീശ് നബി, പിന്നീട് ഇബ്രാഹിം നബി, പിന്നെ അമാലിഖത്ത്, പിന്നെ ജുർഹുമു, പിന്നെ ഖുസയ്യ്, പിന്നെ ഖുറൈഷ്, പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇങ്ങനെ 10 ആൾ നിർമ്മിക്കപ്പെട്ട ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ മക്കയിലാണ് ഉള്ളത്. ഒരു തവാഫ് പൂർത്തിയായി. ഇനി നമുക്ക് എപ്പോഴും ഒരു ഉംറ പൂർത്തിയായി. ഇനിയും നമുക്ക് ഉംറകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാം. മക്കയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം ഇനി ഉംറകൾ വർദ്ധിപ്പിക്കാനാണ്. തനഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്യാം, ജിറാനയിൽ പോയി ഇഹ്റാം ചെയ്യാം. ജിറാനയിൽ പോയി ഇഹ്റാം ചെയ്താൽ ഒരു ഉംറക്ക് ഹജ്ജിൻ്റെ കൂലിയാണ് എന്ന് ഹദീസിൽ കാണാം. ഉംറത്തും മിൻ ജിറാനത്തെ താഴതിലു ഹജ്ജ, ഹജ്ജിൻ്റെ കൂലിയാണ്. അപ്പോൾ 1ാം സ്ഥാനം ജിറാനയിൽ പോയി ഇഹ്റാം ചെയ്ത് പോരുക. 2ാം സ്ഥാനം തൻഈമിൽ പോയി ഉംറക്ക് ഇഹ്റാം ചെയ്ത് പോരുക. 3ാം സ്ഥാനം ഹുദൈബിയയിൽ പോയി ഉംറക്ക് ഇഹ്റാം ചെയ്ത് പോരുക. ഹറമിൻ്റെ പുറത്ത് എവിടെ പോയിട്ടും ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഉംറകൾ അങ്ങനെ വർദ്ധിപ്പിക്കുക. ഒരു ഇഹ്റാം ചെയ്താൽ മുടിയെടുക്കലോടുകൂടെയാണ് ആ ഉംറ പൂർത്തിയാകുന്നത്. അതുവരെയാണ് മേൽ പറഞ്ഞ കാര്യങ്ങൾ നിഷിദ്ധമാകുന്നതും. അതുപോലെ തന്നെ ജുമാക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കുക, ജമാഅത്തിന് എപ്പോഴും കൂടുക. പിന്നെ ഉംറ വർദ്ധിപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലാണ് ഹറമിൽ ഏറ്റവും പോരിശ. ശരിക്കും ശ്രദ്ധിക്കണം. ചില ആൾ തെറ്റിദ്ധരിച്ച് മസല മാറ്റി പറയാറുണ്ട്. തവാഫിനേക്കാളും പുണ്യം സുന്നത്ത് നിസ്കാരത്തിനാണ് എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലം. പലയിടത്തും ഈ കാര്യം ത്വയ്ഫ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി 4ാം വാള്യം 144 പേജിൽ വളരെ വ്യക്തമായി ഇഖ്താറു നവാഫിലി അഫ്ദലു, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുന്നതിനാണ് തവാഫ് വർദ്ധിപ്പിക്കുന്നതിനേക്കാളും പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുന്നത്ത് നിസ്കാരം ളുഹ 8 തന്നെ നിസ്കരിക്കുക, വിത്ർ 11 തന്നെ നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്തുകളും അവ്വാബീന നിസ്കാരങ്ങളും മറ്റു സുന്നത്തുകളും യഥേഷ്ടം നിസ്കരിക്കുക. അതുപോലെ തന്നെ തവാഫ് നല്ലോണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സുന്നത്തായ തവാഫ് നിയ്യത്ത് വേണം. സുന്നത്തായ തവാഫ് നിർവഹിക്കുന്നു. ഈ സുന്നത്തായ തവാഫിൽ സ്ത്രീകൾ മുഖം മറക്കണം, പുരുഷന്മാർ തലമറക്കണം, സോക്സ് ധരിക്കണം, പൂർണ്ണമായ ഔറത്ത് മറക്കണം, സുഗന്ധം പൂശണം. ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞത് ഇഹ്റാം ചെയ്യുന്ന ഇഹ്റാമിലുള്ള ഉംറയുടെ തവാഫിലായിരുന്നു ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. ഇഹ്റാമിലല്ലാതെ സാധാരണ പോയി ചെയ്യുന്ന സുന്നത്തായ തവാഫുകൾക്ക് പെണ്ണുങ്ങൾ ഹിജാബും മുഖം മറക്കണം, പുരുഷന്മാർ തലമറക്കണം, ഔറത്തുകളൊക്കെ മറച്ച് സാധാ വസ്ത്രം ധരിക്കണം. സുന്നത്ത് തവാഫാണ് സുന്നത്തുള്ളത് കേട്ടോ. സുന്നത്തായ സായില്ലേ, സുന്നത്തായ തവാഫ് മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ശേഷം സായോ മുടിയെടുക്കലോ ഒന്നും സുന്നത്തില്ല. ഇങ്ങനെ സുന്നത്ത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഇത്തികാഫ് വർദ്ധിപ്പിക്കുക. സിയാറത്തുകൾ, ഖദീജ ബീവിയുടെ സിയാറത്ത് ചെയ്യണം. അതുപോലെ തന്നെ പരിസരങ്ങൾ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ എത്തണം. ഖുർആൻ ഖത്മ് തീർക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തവാഫിൻ്റെ വേളയിൽ മുൽത്തസമിൽ വെച്ച്, ഹിജ്ർ ഇസ്മായിൽ വെച്ച്, സംസം കിണറിൻ്റെ ഭാഗത്ത്, സ്വഫായിൽ വെച്ച്, മർവയിൽ വെച്ച്, സായിൻ്റെ വേളയിൽ, ഇബ്രാഹിം മഖാമിൻ്റെ ബേക്കിൽ, കഅബാൻ്റെ വാതിലിൻ്റെ അരികിൽ, ഹത്തീമിൻ്റെ അരികിൽ, ഇവിടെയൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെ അധികം പടച്ച തമ്പുരാനോട് സങ്കടപ്പെട്ട് ദുആ ചെയ്യാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീയും പുരുഷനും വ്യത്യാസപ്പെടുന്ന ചില മസലകളും കൂടി പറയാം.
ഒരു 5-8 മസലകളിൽ സ്ത്രീയും പുരുഷനും ഈ യാത്രയിൽ വ്യത്യസ്തമായി ഇബാദത്തുമായി ബന്ധപ്പെടുമ്പോൾ വ്യത്യസ്തത പുലർത്തണം. ഒന്ന്, ഇഹ്റാമിൽ പുരുഷൻ തല മറക്കരുത് എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് പെണ്ണ് തല മറക്കുക തന്നെ വേണം. 2, തൽബിയത്ത് കൊണ്ട് സ്ത്രീകൾ ശബ്ദം ഉയർത്താനേ പാടില്ല. പുരുഷനാണ് ശബ്ദം ഉയർത്തേണ്ടത്. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ മത്താഫിൽ വെച്ച് ഉറച്ച ദിക്റുകളും ദുആകളും നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മഹാ അപരാധമാണ്, ചെയ്യരുത്. സ്ത്രീകൾ ശബ്ദം ഉയർത്തരുത്. പുരുഷന്മാരാണ് തൽബിയത്ത് കൊണ്ട് മറ്റും ശബ്ദം ഉയർത്തേണ്ടത്. നമ്പർ 3, റമല് നടത്തവും ഇൽത്തിബാ വേഷം ധരിക്കലും പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ, സ്ത്രീകൾക്ക് സുന്നത്തില്ല. ആണും പെണ്ണും വ്യത്യസ്തത പുലർത്തേണ്ട മസാല 5. പെണ്ണ് തഹല്ലുലാകുമ്പോൾ മുടി മുറിക്കുകയാണ് ചെയ്യേണ്ടത്, തലമുടി കളയരുത്. മറിച്ച് പുരുഷൻ മുറിക്കുകയല്ല, തലമുടി കളയലാണ് അവന് ഏറ്റവും അഫ്ളല്. വ്യത്യസ്തത പുലർത്തുന്ന 5-ാം നമ്പർ, പ്രത്യേകമായൊരു വേഷം ഇഹ്റാമിൽ സ്ത്രീക്കില്ല. ഏത് വസ്ത്രവും അവൾക്ക് ധരിക്കാം. കയ്യുറ ധരിക്കരുത്, മുഖം മറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് പുരുഷന് ചുറ്റി തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. അപ്പോൾ വസ്ത്രവിധാനത്തിൽ സ്ത്രീയും പുരുഷനും വലിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ വ്യത്യസ്തത പുലർത്തേണ്ട 6-ാമത്തെ കാര്യം, ഹൈലോ നിഫാസോ ഉള്ള പെണ്ണിന് മക്ക വിടുമ്പോൾ തവാഫുൽ വിദായിൽ അളവുണ്ട്. അവൾക്ക് തവാഫുൽ വദാ ചെയ്യേണ്ടതില്ല, അതിന് പ്രായശ്ചിത്തവും ഇല്ല. നേരെ മറിച്ച് പുരുഷന്മാർ, അതുപോലെ തന്നെ ഹൈലോ നിഫാസോ ഉള്ള പെണ്ണുങ്ങളും ശുദ്ധിയുള്ള പെണ്ണുങ്ങളും പുരുഷന്മാരും ഒക്കെ മക്ക വിട്ട് ദൂരെ പോകുമ്പോൾ, മദീനയിലേക്കോ നാട്ടിലേക്കോ 132 കിലോമീറ്റർ ദൂരയിലേക്ക് പോകുമ്പോൾ തവാഫുൽ വദാ എന്ന തവാഫ് നിർബന്ധമുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധമായും പ്രായശ്ചിത്തം ലഭിക്കണം. ഈ നിയമം ഹൈലിനോ നുഫസാദിനോ ഇല്ല. അവർക്ക് വദാവിൻ്റെ തവാഫും വേണ്ട, പകരം പ്രായശ്ചിത്തവും വേണ്ട, സാധാരണ അങ്ങ് പോയാൽ മതി. അതുപോലെ തന്നെ വ്യത്യസ്തതയുള്ള 8-ാമത്തെ മസാല, ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ആണുങ്ങളെ തിരക്കിയിട്ട് പെണ്ണ് പോകൽ അവൾക്ക് ഒരിക്കലും തന്നെ അഭികാമ്യമല്ല. അത് പുരുഷന്മാർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആണിനെ തിക്കിത്തിരക്കി പെണ്ണ് പോകുന്നൊരു പ്രവണത അരുത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമായ ഉംറ കർമ്മം. ഉംറകൾ വർദ്ധിപ്പിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. കരഞ്ഞ് റബ്ബിനോട് സങ്കടപ്പെട്ട് ദുആയിരുന്ന് അള്ളാഹിൻ്റെ പ്രീതിയും സ്വർഗവും വാങ്ങാൻ നമ്മളൊക്കെ ശ്രമിക്കണം. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദീന യാത്രയുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഉംറയുണ്ട്, അത് മറ്റൊരവസരം പറയാം. അതുപോലെ തന്നെ ഫിദ്യകളെ കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു തആല മഖ്ബൂലും മബ്രൂറുമായ ഉംറ കർമ്മം നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ എളിയ സഹോദരന് വേണ്ടിയും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.